എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കേരള PSCയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 2025 നടക്കാനിരിക്കുന്ന എക്സാമിന്റെ കൊമേഴ്സ് ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊമേഴ്സ് സിലബസിലെ ഒന്നാമത്തെ മൊഡ്യൂളിലെ അഞ്ചാമത്തെ ഫ്രീ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ മാനേജ്മെന്റ് തിങ്കേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് മാനേജ്മെന്റ് തിങ്കേഴ്സ് എന്നുള്ള ഏരിയ. ഓക്കെ, ഇവിടെ പ്രധാനപ്പെട്ട മാനേജ്മെന്റ് തിങ്കേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻ പഠിക്കുന്നുണ്ട്. അത് അതേപോലെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പേർട്ട് ആണ് FW ടൈലർ അഥവാ ഫെഡറിക് വിൻസ്ലോ ടൈലർ. FW ടൈലറിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ് സയന്റിഫിക് മാനേജ്മെന്റ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സയന്റിഫിക് മാനേജ്മെന്റ് അപ്ലൈ ചെയ്യണം എന്ന് അഭിപ്രായപ്പെട്ടതാണ് FW ടൈലർ. അതാണ് സയന്റിഫിക് മാനേജ്മെന്റ്. ഇപ്പൊ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആരാന്ന് വെച്ചാൽ FW ടൈലർ ആണ്. അപ്പൊ ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. FW ടൈലർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഇനി ഇദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ അതിലൊന്നാണ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ്. അതായത് ഓർഗനൈസേഷനിൽ ഇപ്പൊ വലിയ ഫാക്ടറി ഒക്കെ ആകുമ്പോൾ അവിടെ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ടാസ്ക് എലിമിനേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വർക്ക് ഫ്ലോ സ്റ്റാൻഡർഡൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ്. ഓക്കെ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് FW ടൈലർ. ദെൻ അദ്ദേഹത്തിന്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ് സ്റ്റാൻഡർഡൈസേഷൻ. അതായത് ഓർഗനൈസേഷനിൽ യൂണിഫോം ആയിട്ടുള്ള ടൂൾസും എക്യുപ്മെന്റ്സും പ്രോസസ്സും ഉപയോഗിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് FW ടൈലർ ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള വേസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ കോൺട്രിബ്യൂഷൻ ആണ് പീസ് റേറ്റ് സിസ്റ്റം. അതായത് എംപ്ലോയീസിന് രണ്ട് തരത്തിൽ വേജസ് കൊടുക്കാറുണ്ട്. ഒന്ന് ടൈം റേറ്റ് സിസ്റ്റം ഉണ്ട്, രണ്ടാമത്തത് പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട്. എന്താണ് ടൈം റേറ്റ് സിസ്റ്റം? അതായത് ഒരു എംപ്ലോയി ഫാക്ടറിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ടൈമിനനുസരിച്ചാണ് വേജ് കൊടുക്കുന്നതെങ്കിൽ അത് ടൈം റേറ്റ് സിസ്റ്റം ആണ്. ഉദാഹരണമായിട്ട് ഇപ്പൊ 8 മണിക്കൂർ വർക്ക് ചെയ്താൽ ഇത്ര വേജ് കൊടുക്കാം. ഓക്കെ, രണ്ടാമതാണ് പീസ് റേറ്റ് സിസ്റ്റം. എന്താണ് പീസ് റേറ്റ് സിസ്റ്റം? അതായത് എംപ്ലോയി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിനനുസരിച്ച് അയാൾക്ക് വേജസ് കൊടുക്കുന്ന മെത്തേഡാണ് പീസ് റേറ്റ് സിസ്റ്റം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ 10 രൂപ. ഓക്കെ, അപ്പം FW ടൈലർ അഭിപ്രായപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഫാക്ടറിയിൽ പീസ് റേറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യും. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 രൂപ തരാമെന്ന് പറയുകയാണെങ്കിൽ എംപ്ലോയി എന്താ ചെയ്യുക? കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് നോക്കുക, അല്ലെ, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനാണ് നോക്കുക. അപ്പൊ ഇങ്ങനെ ഈ ഒരു സിസ്റ്റം ഓർഗനൈസേഷൻ അല്ല ഫാക്ടറിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് അഭിപ്രായപ്പെട്ടത് FW ടൈലർ ആണ്. ഓക്കെ, അടുത്തൊരു കോൺട്രിബ്യൂഷൻ ആണ് ഡിവിഷൻ ഓഫ് ലേബേഴ്സ്. അതായത് ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന വലിയ ടാസ്ക് ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ചെറിയ ടാസ്കും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയിയെ കൊണ്ട് എന്ത് ചെയ്യുക, ചെയ്യിക്കാം. അപ്പൊ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ടാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു എംപ്ലോയി ചെയ്യുന്ന സമയത്ത് അയാൾ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മാറും, അയാൾക്ക് അതിൽ സ്കിൽ ഉണ്ടാവും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് ഡിവിഷൻ ഓഫ് ലേബർ. മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ അടുത്ത ഒരു കോൺട്രിബ്യൂഷൻ ആണ് ട്രെയിനിങ്. എംപ്ലോയീസിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം എന്ന് അഭിപ്രായപ്പെട്ടതും FW ടൈലർ ആണ്. ഓക്കെ, ദെൻ അടുത്തൊരു കോൺട്രിബ്യൂഷൻ ആണ് മാനേജ്മെന്റ് വർക്കർ കോഓപ്പറേഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ മാനേജ്മെന്റും വർക്കറും തമ്മിൽ കോഓപ്പറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് അഭിപ്രായപ്പെട്ടതും FW ടൈലർ ആണ്. ദെൻ FW ടൈലറുടെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ് എഫിഷ്യൻസി ഫോക്കസ്. FW ടൈലർ പ്രധാനമായിട്ടും എന്താണ് എയിം ചെയ്തത്? ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റബിലിറ്റി എന്ത് ചെയ്യാം, മാക്സിമൈസ് ചെയ്യുക ത്രൂ സയന്റിഫിക് മാനേജ്മെന്റ്. ഇത്രയാണ് നമുക്ക് FW ടൈലറുടെ കോൺട്രിബ്യൂഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ബുക്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഓക്കെ, ഇപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് കേട്ടാൽ അത് ആരായിരിക്കും? FW ടൈലർ ആയിരിക്കും കേട്ടോ. എക്സാമിന് ഇപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ബുക്ക് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അത് FW ടൈലർ ആണ്. രണ്ടാമത്തെ ബുക്കാണ് ഷോപ്പ് മാനേജ്മെന്റ്. മൂന്നാമത്തത് പീസ് റേറ്റ് സിസ്റ്റം. നാലാമത്തത് ഓൺ ദ ആർട്ട് ഓഫ് കട്ടിംഗ് മെറ്റൽസ്. ഇനി ഇതെങ്ങനെ ഓർത്തിരിക്കാം? നമുക്ക് ചെറിയൊരു ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് അത് ഓർത്തിരിക്കാം. അതായത് ഒരു ടൈലറുടെ ജോലി ഒന്ന് ആലോചിച്ച് നോക്കുക. ടൈലർ എവിടെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുക? ഷോപ്പിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുക, ആണല്ലോ. ഓക്കെ, ദെൻ ടൈലർ എന്താ ചെയ്യുന്നത്? ക്ലോത്ത് കട്ട് ചെയ്യാണ് ചെയ്യുക, അല്ലെ. എങ്ങനെ കട്ട് ചെയ്യാം? പീസ് ആയിട്ടാണ് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയും അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ബുക്സുകൾ ഏതാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും, അല്ലെ. ടൈലർ എവിടെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഷോപ്പിൽ ഇരുന്നിട്ടാണ്. അതുകൊണ്ട് ഷോപ്പ് മാനേജ്മെന്റ്. ദെൻ ടൈലർ എന്താ ചെയ്യുന്നത്? ക്ലോത്ത് കട്ട് ചെയ്യാണ് ചെയ്യുക, അല്ലെ. അപ്പൊ ഓൺ ദ ആർട്ട് ഓഫ് കട്ടിംഗ് മെറ്റൽസ്. ഇനി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? പീസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ പീസ് റേറ്റ് സിസ്റ്റം. ഇത്രയാണ് FW ടൈലറുടെ ബുക്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കട്ടെ, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂട്ടർ ആണ് ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ എന്ന് പറയുന്നത്
ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു. ഓക്കെ, മാനേജ്മെന്റ് തിയറിസ്റ്റ് ആയിട്ട് അറിയപ്പെടാറുണ്ട്. ഓക്കെ, ഇന്ന് കാണുന്ന മോഡേൺ മാനേജ്മെന്റ് തിയറിയുടെ ഒക്കെ ഫൗണ്ടേഷൻ മേക്ക് ചെയ്ത ആള് ഹെൻറി ഫയലാണ്. അപ്പൊ ഹെൻറി ഫയലിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ് ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്? ഓർഗനൈസേഷനെ ടോട്ടലി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെൻറി ഫയലാണ്. അതേപോലെ തന്നെ മാനേജ്മെന്റിന്റെ എല്ലാ മേഖലയിലും വേണ്ടിയിട്ട് 14 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഹെൻറി ഫയലാണ്. അപ്പൊ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെൻറി ഫയലാണ്. ഓർത്തിരിക്കുന്നത്, 2 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്തത്, ഹെൻറി ഫയോഡ് മാനേജ്മെന്റ് പ്രധാനപ്പെട്ട 5 ഫംഗ്ഷൻസ് ഡെവലപ്പ് ചെയ്തു. ഏതൊക്കെയായിരുന്നു 5 ഫംഗ്ഷൻസ്? ഒന്ന് പ്ലാനിങ് ആണ്, രണ്ടാമത്തത് ഓർഗനൈസിങ്, മൂന്നാമത്തത് കമാൻഡിങ്, നാലാമത്തത് കോർഡിനേഷൻ, അഞ്ചാമത്തത് കൺട്രോൾ. അപ്പൊ ഇത്രയും ഫംഗ്ഷൻസ്, ഈ 5 ഫംഗ്ഷൻസ് മാനേജ്മെന്റിൽ ഡെവലപ്പ് ചെയ്തത് ഹെൻറി ഫയോഡാണ്. അപ്പൊ ഇത്രയാണ് ഹെൻറി ഫയലിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്. ഓക്കെ, ദെൻ അടുത്തത് മാനേജറിയൽ സ്കില്ല്. അതായത് ഒരു ഓർഗനൈസേഷൻ മാനേജ് ചെയ്യണമെങ്കിൽ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്കില്ല് ആവശ്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഹെൻറി ഫയോഡാണ്. ഓക്കെ, ദെൻ ഹെൻറി ഫയോഡിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആണ് കേട്ടോ. അതായത് എല്ലാ ഓർഗനൈസേഷനും അപ്ലൈ ചെയ്യുന്നതാണ് ഈ ഹെൻറി ഫയോഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ. യൂണിവേഴ്സൽ ആയിട്ടുള്ള അപ്ലിക്കബിലിറ്റി ഉണ്ട്. ദെൻ അടുത്തത് ലെഗസി. അതായത് ഇദ്ദേഹത്തിന്റെ വർക്കാണ് ഏറ്റവും ഫൗണ്ടേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റിന്റെ ഏറ്റവും ഫൗണ്ടേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഹെൻറി ഫയലിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഹെൻറി ഫയൽ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരേണ്ടതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഹെൻറി ഫയൽ ആണ്. ദെൻ മാനേജ്മെന്റ് 14 പ്രിൻസിപ്പിൾ, 14 പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെൻറി ഫയൽ ആണ്. അതേപോലെ തന്നെ മാനേജ്മെന്റിന് പ്രധാനപ്പെട്ട 5 ഫംഗ്ഷൻസ് ഡെവലപ്പ് ചെയ്തതും ഹെൻറി ഫയൽ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടർ ആണ് മാക്സ് വെബർ. മാക്സ് വെബർ എന്ന് പറയുന്നത് ബ്യൂറോക്രാറ്റിക് മോഡൽ ഓഫ് മാനേജ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്സ്പെർട്ട് ആണ്. ഓക്കെ, അപ്പൊ ഫാദർ ഓഫ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ആരാന്ന് വെച്ചാൽ മാക്സ് വെബർ ആണ്. ഓക്കെ, ദെൻ ഓർഗനൈസേഷൻ, ലാർജ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, ദെൻ എഫക്റ്റീവ് ആയിട്ട്, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ബ്യൂറോക്രസി ഉണ്ടാവണം എന്ന് അഭിപ്രായപ്പെട്ടത് മാക്സ് വെബർ ആണ്. അതായത് നമ്മൾ ഉദ്യോഗസ്ഥ ഭരണം എന്നൊക്കെ പറയാറില്ലേ. ഓക്കെ, ദെൻ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒന്ന് ഹൈറാർക്കി ഓഫ് അതോറിറ്റി. അതായത് അതോറിറ്റിക്ക് ഒരു ഹൈറാർക്കി വേണം. അതായത് ഏറ്റവും ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന ആള് ഏറ്റവും ഡിസിഷൻസ് എടുക്കുന്ന ആളാണ്, ഏറ്റവും അതോറിറ്റി ഉള്ള ആളാണ്. അയാളെ താഴെ അതിനേക്കാളും അതോറിറ്റി കുറഞ്ഞ ആള്, ദെൻ അവരുടെ താഴെ അതോറിറ്റി കുറഞ്ഞ ആള്. സോ അങ്ങനെ ഒരു ഹൈറാർക്കി ഓഫ് അതോറിറ്റി വേണം എന്ന് അഭിപ്രായപ്പെട്ടത് ബ്യൂറോക്രസിക് മാനേജ്മെന്റ് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിലൂടെ മാക്സ് വെബർ ആണ്. അതേപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് എംപ്ലോയീസ് സ്പെഷ്യലൈസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷനിലെ പ്രധാനപ്പെട്ട ടാസ്കുകൾ ചെറിയ ചെറിയ ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ ചെറിയ ടാസ്കും ഒരു സ്പെസിഫൈഡ് എംപ്ലോയി കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യിക്കുക. അപ്പൊ അതിലൂടെ ആ എംപ്ലോയി എന്തായിട്ട് മാറും? സ്കിൽഡ് ആയിട്ട് മാറും, എഫിഷ്യന്റ് ആയിട്ട് മാറും. അപ്പൊ അത് ഡിവിഷൻ ഓഫ് ലേബർ. ദെൻ ഫോർമൽ റൂൾസ് ആൻഡ് പ്രൊസീജിയർ. ഓർഗനൈസേഷനിലെ ഫോർമൽ ആയിട്ടുള്ള റൂൾസും പ്രൊസീജിയറും വേണം എന്ന് പറയുന്നത് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിലൂടെയാണ്. ഓക്കെ, ദെൻ ഇംപേഴ്സണാലിറ്റി. ഡിസിഷൻസ് റൂൾസിന്റെ ബേസിലാവണം, പേഴ്സന്റെ ബേസിലാവരുത് എന്ന് പറയുന്നതാണ് ഇംപേഴ്സണാലിറ്റി. അപ്പൊ അതും ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിന്റെ ഒരു ഫീച്ചറാണ്. അതായത് ഓർഗനൈസേഷനിൽ ഇപ്പൊ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്ന സമയത്ത് റൂളിനായിരിക്കണം ഇമ്പോർട്ടൻസ്, പേഴ്സണൽ ആയിട്ടുള്ള പ്രിഫറൻസ് എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. ഓക്കെ, ദെൻ മെറിറ്റ് ബേസ്ഡ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹൈ പെർഫോമൻസ് ഉള്ള സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്യണം എന്ന് പറയുന്നത് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിലൂടെ മാക്സ് വെബർ ആണ്. ഓക്കെ, ഇതിനടുത്താണ് റെക്കോർഡ് കീപ്പിംഗ്. പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ് എന്ത് ചെയ്യണം? ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണം. എന്ത് കാര്യമായിട്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നും ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ഒരു ഫ്യൂച്ചർ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ മാക്സ് വെബർ എന്ന് കേൾക്കുമ്പോൾ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണേ. മാക്സ് വെബർ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് മോഡൽ. ദെൻ അടുത്തൊരു എക്സ്പേർട്ട് ആണ് എൽട്ടൺ മായോ. എൽട്ടൺ മായോ എന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിലേഷന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പഠിച്ച ഒരു എക്സ്പേർട്ട് ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡിയാണ് ഹോത്രോൺ സ്റ്റഡി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഹോത്രോൺ സ്റ്റഡി നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ എൽട്ടൺ മായോ ആണ്. അതായത് വെസ്റ്റേൺ ഇലക്ട്രിക് ഹോത്രോൺ വർക്ക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, ചിക്കാഗോയിലുള്ള കമ്പനിയാണ്. അവിടെ നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റഡിയാണ് ഹോത്രോൺ സ്റ്റഡി. ഓക്കെ,
അദ്ദേഹം പ്രധാനമായിട്ട് ഈ സ്റ്റഡി നടത്തിയത് ഓർഗനൈസേഷനിൽ ഫിസിക്കൽ കണ്ടീഷന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റിയിൽ ഫിസിക്കൽ കണ്ടീഷന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഹോത്രോൺ സ്റ്റഡി നടത്തിയത്. പക്ഷെ അദ്ദേഹം റിവീൽ ചെയ്തത് എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം ഫൗണ്ട് ചെയ്തത് എന്താണ്, ഓർഗനൈസേഷനിൽ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് അദ്ദേഹം ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷനിൽ സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് അദ്ദേഹം ഫൗണ്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റിന്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? എൽട്ടൺ മായോ. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? ഓർഗനൈസേഷനിൽ ഹ്യൂമൻ ബിഹേവിയറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഹ്യൂമൻ ബിഹേവിയർ പ്രൊഡക്ടിവിറ്റി ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് മണി, ഫിസിക്കൽ കണ്ടീഷൻസ് മാത്രമല്ല, പിന്നെ എന്തും കൂടി ഉണ്ട്, സോഷ്യൽ നീഡ്സും അതേപോലെ തന്നെ റെക്കഗ്നേഷനും സെൻസ് ഓഫ് ബിലോങ്ങിനെസ്സും എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ്? എൽട്ടൺ മായോ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ് അതിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ് ഓർഗനൈസേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? എൽട്ടൺ മായോ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇനി അടുത്ത എക്സ്പേർട്ടിനെ കുറിച്ച് പഠിക്കാം. പീറ്റർ ഡ്രക്കർ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പീറ്റർ എഫ് ഡ്രക്കർ എന്നാണ് പറയാറ്. പീറ്റർ എഫ് ഡ്രക്കർ നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MBO എന്ന് പറയും. MBO ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാന്ന് വെച്ചാൽ പീറ്റർ എഫ് ഡ്രക്കർ ആണ്. ഓക്കെ, അപ്പം മോഡേൺ മാനേജ്മെന്റ് പ്രാക്ടീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാന്ന് വെച്ചാൽ പീറ്റർ എഫ് ഡ്രക്കർ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ മോഡേൺ മാനേജ്മെന്റ് പ്രാക്ടീസും അതേപോലെ തന്നെ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് ആണ്. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ആരാന്ന് വെച്ചാൽ പീറ്റർ എഫ് ഡ്രക്കർ ആണ്. പഠിച്ചു വെക്കണം, എക്സാം ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് പീറ്റർ എഫ് ഡ്രക്കർ ആണ്. ഓർഗനൈസേഷനിൽ ഡീസെൻട്രലൈസേഷൻ വേണം, അതേപോലെ തന്നെ ഇന്നോവേഷൻസ് വേണം, നോളജ് വേണം എന്ന് അഭിപ്രായപ്പെട്ടതും പീറ്റർ എഫ് ഡ്രക്കർ ആണ്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ദെൻ മാനേജർ ഒരു ലീഡർ ആയിട്ട് പ്രവർത്തിക്കണം എന്ന് അഭിപ്രായപ്പെട്ടതും പീറ്റർ എഫ് ഡ്രക്കർ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് പീറ്റർ എഫ് ഡ്രക്കർ ആണ്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പീറ്റർ എഫ് ഡ്രക്കർ ആണ്. ഇനി പീറ്റർ എഫ് ഡ്രക്കറിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ബുക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്നാണ് ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ്. ഒന്നാമത്തത് ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ്, രണ്ടാമത്തത് മാനേജ്മെന്റ് ടാസ്ക് റെസ്പോൺസിബിലിറ്റീസ് പ്രാക്ടീസ്, മൂന്നാമത്തത് ദ എഫക്റ്റീവ് എക്സിക്യൂട്ടീവ്സ്. എക്സാമിന് അഥവാ ചോദിച്ചാൽ നമുക്ക് ഓർമ്മ വേണം കേട്ടോ. ഓക്കെ, ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ് ആരുടെ ബുക്കാന്ന് ചോദിച്ചാൽ പീറ്റർ എഫ് ഡ്രക്കറിന്റെയാണ്. അതേപോലെ തന്നെ മാനേജ്മെന്റ് ടാസ്ക് റെസ്പോൺസിബിലിറ്റീസ് പ്രാക്ടീസ്. അടുത്തത് എഫക്റ്റീവ് എക്സിക്യൂട്ടീവ്സ്, പ്രധാനപ്പെട്ട ബുക്സ് ആണ്. ഇനി അടുത്ത കോൺട്രിബ്യൂട്ടറെ കുറിച്ച് നമുക്ക് നോക്കാം. എബ്രഹാം മാസ്ലോ. ഹൈറാർക്കി ഓഫ് നീഡ് തിയറി ഡെവലപ്പ് ചെയ്തത് എബ്രഹാം മാസ്ലോ ആണ്. അതായത് ഏതൊരു ഇൻഡിവിജ്വലിനും 5 പ്രധാനപ്പെട്ട ഹൈറാർക്കി ഓഫ് നീഡ് ഉണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് എബ്രഹാം മാസ്ലോ ആണ്. അതിൽ ഏറ്റവും ആദ്യം ഒരു ഇൻഡിവിജ്വല് ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് സൈക്കോളജിക്കൽ നീഡായിരിക്കും. എന്താണ് സൈക്കോളജിക്കൽ നീഡ്? അല്ല, ഫിസിയോളജിക്കൽ നീഡ്സ് ആയിരിക്കും. എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സ്? ഫുഡ്, വാട്ടർ, സ്ലീപ്പ്, വാം, സെക്സ്. അപ്പൊ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ നീഡ്സ് ആണ് അല്ലെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു ഇൻഡിവിജ്വൽ ഈ ഫിസിയോളജിക്കൽ നീഡ് ഫുൾഫിൽ ചെയ്യാൻ നോക്കുന്നു. അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് അയാൾ എന്തിനു ട്രൈ ചെയ്യും? അയാളെ സേഫ്റ്റി നീഡ് ഫുൾഫിൽ ചെയ്യാൻ നോക്കും അല്ലെ. പേഴ്സണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നല്ലൊരു ജോലി കിട്ടാൻ, നല്ലൊരു സെക്യൂരിറ്റി ഉണ്ടാവാനുള്ള കാര്യങ്ങൾ. അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? അയാൾ സോഷ്യൽ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്താണ് സോഷ്യൽ നീഡ്? ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാം, ഫാമിലി, ഇന്റിമസി. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നീഡ് എസ്റ്റീം നീഡാണ്. അയാൾക്ക് ഫ്രീഡം വേണം, റെക്കഗ്നേഷൻ വേണം, സെൽഫ് കോൺഫിഡൻസ്, അറ്റൻഷൻ, കോമ്പിറ്റൻസ്, അത്തരത്തിലുള്ള നീഡ്സിന് വേണ്ടി അയാൾ ട്രൈ ചെയ്യും. ആ ട്രൈ ചെയ്ത് തന്നെ ഏറ്റവും ഹയസ്റ്റ് ലെവലിലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അതായത് എല്ലാ പൊട്ടൻഷ്യലും അയാൾ എന്ത് ചെയ്തു, ലൈഫിൽ അച്ചീവ് ചെയ്തു, ഹാപ്പിനെസ് സീക്ക് ചെയ്യാണ്. അപ്പൊ ഈ ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പൊ ഇങ്ങനെയാണ് ഏതൊരു ഇൻഡിവിജ്വലിന്റെയും നീഡ് ഹൈറാർക്കി എന്ന് അഭിപ്രായപ്പെട്ടത് എബ്രഹാം മാസ്ലോ ആണ്. ഓക്കെ, അപ്പൊ എംപ്ലോയീസിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം, എംപ്ലോയീസിന്റെ ബിഹേവിയർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്ത ഒരു തിയറിയാണ് ഹൈറാർക്കി ഓഫ് നീഡ് തിയറി. ഇത് ഡെവലപ്പ് ചെയ്തത് എബ്രഹാം മാസ്ലോ ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടർ ആണ് ഡഗ്ലസ് മെഗ്രഗോർ. ഡഗ്ലസ് മെഗ്രഗോറിന്റെ കോൺട്രിബ്യൂഷൻ ആണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. ഡഗ്ലസ് മെഗ്രഗോർ
ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്നാമത്തെ കാറ്റഗറിയാണ് തിയറി എക്സ്, രണ്ടാമത്തെ കാറ്റഗറി തിയറി വൈ. എന്താണ് തിയറി എക്സ്? അതായത് ലേസി ആയിട്ടുള്ള എംപ്ലോയീസ്, സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യേണ്ട എംപ്ലോയീസ്, അവരെ തിയറി എക്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തി. ഇനി തിയറി വൈ എന്താണ്? സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, റെസ്പോൺസിബിലിറ്റി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എംപ്ലോയീസിനെ തിയറി വൈ എന്ന കാറ്റഗറിയിലും പെടുത്തി. ഓക്കെ, അപ്പൊ ഇതിലൂടെ എംപ്ലോയീസിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തിയറിയാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ തിയറി എക്സ് ആൻഡ് തിയറി വൈ ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഡഗ്ലസ് മെക്ഗ്രഗോർ ആണ് കേട്ടോ. ഇനി അടുത്താണ് ഫെഡറിക് ഏഴ്സ്ബർഗ്. ഫെഡറിക് ഏഴ്സ്ബർഗ് ആണ് 2 ഫാക്ടർ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ഹൈജീൻ ഫാക്ടേഴ്സും രണ്ടാമത്തത് മോട്ടിവേറ്റേഴ്സും. എന്താണ് ഈ രണ്ട് ഫാക്ടർ? അതായത് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ ഡിസാറ്റിസ്ഫൈ ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്ന് സാലറി, അല്ലെ? അപ്പൊ സാലറി ഒരു ബേസ് ലെവലിൽ കിട്ടിയാൽ അതൊരു ഹൈജീൻ ഫാക്ടറാണ്, ഒരിക്കലും ഒരു മോട്ടിവേറ്റർ അല്ല. അതേപോലെ തന്നെ ആ ഓർഗനൈസേഷനിലെ വർക്കിംഗ് കണ്ടീഷൻസ്, അതൊക്കെ ഹൈജീൻ ഫാക്ടറാണ്. അതേപോലെ തന്നെ ഓർഗനൈസേഷനിൽ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാകും. അപ്പൊ ബോണസ് കൊടുക്കുന്നു, എക്സ്ട്രാ ഇൻസെന്റീവ്സ് കൊടുക്കുന്നു. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ്? മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. ഇങ്ങനെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ ഹൈജീൻ ഫാക്ടർ എന്നും മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തത് ഫെഡറിക് ഏഴ്സ്ബർഗ് ആണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തിയറി 2 ഫാക്ടർ തിയറി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ 2 ഫാക്ടർ തിയറി ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഫെഡറിക് ഏഴ്സ്ബർഗ് ആണ്. ഇനി അടുത്തത് മൈക്കൽ പോർട്ടർ. മൈക്കൽ പോർട്ടറുടെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണ് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി. അതായത് ഓർഗനൈസേഷനിൽ കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 5 ഫോഴ്സ് ഫ്രെയിംവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈക്കൽ പോർട്ടർ ആണ്. ഓക്കെ, അപ്പൊ അത്ര അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ദെൻ അടുത്തൊരു കോൺട്രിബ്യൂട്ടർ ആണ് ഹെൻറി മീൻസ്ബർഗ്. ഹെൻറി മീൻസ്ബർഗിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് മാനേജറിയൽ റോൾ. അദ്ദേഹം 10 പ്രധാനപ്പെട്ട മാനേജറിയൽ റോൾ ഐഡന്റിഫൈ ചെയ്തു. അതിനെ ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ഒരു ഗ്രൂപ്പ് ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള റോള്, ഇൻഫർമേഷൻ ആയിട്ടുള്ള റോള്, ഡിസിഷണൽ ആയിട്ടുള്ള റോള്. അപ്പൊ ഇങ്ങനെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അതേപോലെ തന്നെ മാനേജ്മെന്റ് റോളും ക്ലാസിഫൈ ചെയ്തത് ഹെൻറി മിൻസ്ബർഗ് ആണ്. അതേ അവിടെ നമുക്ക് പഠിക്കാനുള്ളൂ. ദെൻ അടുത്തത് മറ്റ് പ്രധാനപ്പെട്ട മാനേജ്മെന്റ് തിങ്കേഴ്സ്. അതിലൊന്ന് റോബർട്ട് ഓവൻ. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരാന്ന് ചോദിച്ചാൽ റോബർട്ട് ഓവൻ ആണ്. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഫാദർ റോബർട്ട് ഓവൻ ആണ്. ദെൻ രണ്ടാമത്തത് ഹെൻറി എൽ ഗാണ്ട്. അതായത് ഓർഗനൈസേഷനിൽ ഒരു പ്രൊജക്ട് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊജക്ട് പ്ലാൻ ചെയ്യണമല്ലോ. ആ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 പ്രധാനപ്പെട്ട ടെക്നിക്കാണ്. ഒന്ന് പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്സ്, പേർട്ട് എന്ന് പറയും. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഇത് രണ്ടും പ്ലാനിങ്ങിന് ഉപയോഗിക്കുന്ന 2 മെത്തേഡുകളാണ് കേട്ടോ. അപ്പൊ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെൻറി എൽ ഗാണ്ട് എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, ദെൻ അടുത്തത് മൂന്നാമത്തത് ചെസ്റ്റർ ഐ ബേർണാഡ്. ഓർഗനൈസേഷൻ ഒരു കോഓപ്പറേറ്റീവ് സിസ്റ്റം ആണ് എന്ന് അഭിപ്രായപ്പെട്ടത് ചെസ്റ്റർ ഐ ബേർണാഡ് ആണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർഗനൈസേഷൻ ഒരു കോഓപ്പറേറ്റീവ് സിസ്റ്റം ആണെന്ന് അഭിപ്രായപ്പെട്ടത് ചെസ്റ്റർ ഐ ബേർണാഡ് ആണ്. അതേപോലെ തന്നെ ചെസ്റ്റർ ഐ ബേർണാഡിന്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ഫംഗ്ഷൻ ഓഫ് എക്സിക്യൂട്ടീവ്. ഫംഗ്ഷൻ ഓഫ് എക്സിക്യൂട്ടീവ് മനസ്സിലാവുന്നുണ്ടല്ലോ. ദെൻ നാലാമത്തെ ഒരു തിങ്കറാണ് ഡബ്ല്യു എഡ്വേർഡ് ഡെമ്മിങ്. അതായത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓർഗനൈസേഷന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് ജപ്പാനിലാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, TQM. അപ്പൊ ഈ TQM എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഡബ്ല്യു എഡ്വേർഡ് ഡെമ്മിങ്. ഓക്കെ, ദെൻ അഞ്ചാമത്തത് ഹെർബർട്ട് സൈമൺ. ഡിസിഷൻ തിയറി അഥവാ ഡിസിഷൻ മേക്കിംഗ് തിയറി മാനേജ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെർബർട്ട് സൈമൺ ആണ്. ഓക്കെ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിസിഷൻ മേക്കിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് ബൗണ്ടഡ് റാഷണാലിറ്റി. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കട്ടോ. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് എന്ന ആള് പറയുമ്പോൾ ആരോർമ്മ വരണം? ഹെർബർട്ട് സൈമൺ ആണ് കേട്ടോ. അതുപോലെ തന്നെ ബൗണ്ടഡ് റാഷണാലിറ്റി ഹെർബർട്ട് സൈമൺ. ഓക്കെ, ദെൻ ഇനി ഈ ഭാഗത്തു നിന്നുള്ള കുറച്ച് MCQs നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിലൊന്ന് വിച്ച് മാനേജ്മെന്റ് തിങ്കർ ഇൻട്രൊഡ്യൂസ്ഡ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് 14 പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓപ്ഷൻ എ മാക്സ് വെബർ, ഓപ്ഷൻ ബി ഹെൻറി ഫയൽ, ഓപ്ഷൻ സി ചെസ്റ്റർ ബേർണാഡ്, ഓപ്ഷൻ ഡി ഡഗ്ലസ് മെക്ഗ്രഗോർ. ആരാണ്? ഹെൻറി ഫയൽ ആണ് അല്ലെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ ഡെവലപ്പിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MBO, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്?
പീറ്റർ എഫ് ഡ്രക്കർ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മാനേജ്മെന്റ് തിങ്കേഴ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ബ്യൂറോക്രാറ്റിക് തിയറി ഓഫ് മാനേജ്മെന്റ്? ബ്യൂറോക്രാറ്റിക് തിയറി ഓഫ് മാനേജ്മെന്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓപ്ഷൻ എ ഹെൻറി ഫോർഡ്, ഓപ്ഷൻ ബി മാക്സ് വെബർ, ഓപ്ഷൻ സി ക്രിസ് ആഗ്രീസ്, ഓപ്ഷൻ ഡി മാരി പാർക്കർ ഫൊലറ്റ്. ആരാണ്? മാക്സ് വെബർ ആണ് അല്ലെ. ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് തിയറി മാക്സ് വെബർ ആണ്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ടു ഫാക്ടർ തിയറി ഓഫ് മോട്ടിവേഷൻ വാസ് ഡെവലപ്ഡ് ബൈ? ഓപ്ഷൻ എ എബ്രഹാം മാസ്ലോ, ഓപ്ഷൻ ബി ഫെഡറിക് ഹേഴ്സ്ബർഗ്, ഓപ്ഷൻ സി ഡഗ്ലസ് മക്ഗ്regor, ഓപ്ഷൻ ഡി എൽട്ടൺ മായോ. ആരാണ് ടു ഫാക്ടർ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഫെഡറിക് ഹേഴ്സ്ബർഗ് ആണ് അല്ലെ. ഫെഡറിക് ഹേഴ്സ്ബർഗ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്തത്, ഹു ഇൻട്രൊഡ്യൂസ് ദ ഹൈറാർക്കി ഓഫ് നീഡ് തിയറി ഇൻ മോട്ടിവേഷൻ? ഹൈറാർക്കി ഓഫ് നീഡ് തിയറി ഇൻ മോട്ടിവേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ഫെഡറിക് ഹേഴ്സ്ബർഗ്, ഓപ്ഷൻ ബി എൽട്ടൺ മായോ, ഓപ്ഷൻ സി എബ്രഹാം മാസ്ലോ, ഓപ്ഷൻ ഡി ഹെൻറി ഫെഡ്. ആരാണ്? എബ്രഹാം മാസ്ലോ ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ, എബ്രഹാം മാസ്ലോ. ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ, which management thinker proposed that organization function as a cooperative system and emphasize the importance of executive communication? എന്താ പറഞ്ഞത്? അതായത് ഒരു ഓർഗനൈസേഷൻ ഒരു കോപ്പറേറ്റീവ് സിസ്റ്റം ആണ് എന്ന് അഭിപ്രായപ്പെട്ട മാനേജ്മെന്റ് തിങ്കർ ആരാണ്? ഓപ്ഷൻ എ ചെസ്റ്റർ ബർണർ, ഓപ്ഷൻ ബി ഫെഡറിക് ടൈലർ, ഓപ്ഷൻ സി ഹെൻറി ഇൻസ്ബർഗ്, ഓപ്ഷൻ ഡി പീറ്റർ എഫ് ഡ്രക്കർ. ആരാണ്? ചെസ്റ്റർ ബർണർ. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ എക്സാം എഴുതുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഫ്രീ ക്ലാസ്സസ് ആണ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ബാക്കി അടുത്ത ക്ലാസ് നോക്കാം.